ഒരിക്കൽ ഞാൻ സ്നേഹിച്ച ഒരാളാ, ഒരുമിച്ച് ജീവിച്ച ഒരാളാ, നമ്മൾ ഒരുപാട് ഇതാക്കി എന്തൊക്കെയോ അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളുമായിട്ട് ഞങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റഡ് ആയി. ഒരു പാർട്ട്ണറെ കണ്ടുപിടിക്കുക, അയാളുടെ കൂടെ ജീവിക്കുക, കല്യാണം കഴിക്കുക എന്ന് പറയുമ്പോൾ നമ്മളെന്താ ചിന്തിക്കുക, നമ്മുടെ ലൈഫ് ലോങ് നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മൾ ഏറ്റവും സന്തോഷമുള്ള ഒരു മൊമെന്റാ. സ്ത്രീയും പുരുഷനും എല്ലാം ഈക്വൽ ആണെന്നൊക്കെ പറഞ്ഞാലും സ്ത്രീകൾ ചെയ്യുമ്പം അത് ഭയങ്കര മോശവും ആണുങ്ങൾ ചെയ്യുമ്പോൾ അത് ഭയങ്കര ക്രെഡിറ്റും ആവുന്ന ഒരു കാലഘട്ടത്തോട് തന്നെയാണ് നമ്മൾ ഇപ്പോഴും ജീവിക്കണം. സീരിയസ്ലി ഞാൻ പറയാം, ഒരു കാലഘട്ടം വരെ എനിക്ക് വലിയൊരു പ്രശ്നമായിരുന്നു. ഞാൻ അവനെ കൊണ്ട് പുറത്തു പോകുമ്പോൾ ആൾക്കാർ പറയും അപ്സരയുടെ കുട്ടിയാണ്, എന്റെ കുട്ടിയാണെന്ന് പറഞ്ഞ എനിക്ക് പ്രശ്നമല്ല. അപ്സര പ്രസവിച്ച കുട്ടിയെ മൈൻഡ് ചെയ്യാതെ അപ്സര തിരിഞ്ഞ് നടക്കുന്നു എന്നൊക്കെ പറയും. എന്റെ അച്ഛൻ മരിച്ചുപോയി, ഞാനും അമ്മയും ചേച്ചി മാത്രമേ ഉള്ളൂ. ഇപ്പം ആരും ഇല്ല നോക്കാൻ. അല്ലെങ്കിൽ എന്റെ അടുത്ത് കുറെ ആൾക്കാർ ചോദിച്ചിട്ട് ചേച്ചി എനിക്ക് അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ ഭയങ്കര പേടിയാ, കുറെ മോശം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയണു. എനിക്ക് ഇതുവരെ ഒരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് വെച്ചിട്ട് എല്ലാവർക്കും അങ്ങനെയൊന്നും ഞാൻ പറയില്ല. നമ്മൾ നിൽക്കേണ്ട ഒരു രീതിയുണ്ട്. ഒരാൾ ഒരു മോശം രീതി ചോദിച്ചാൽ എനിക്ക് താല്പര്യമില്ല, ഞാൻ ചെയ്യുന്നില്ല. ഉറങ്ങിയിട്ടില്ല ഞാൻ. ഇപ്പൊ ട്രിവാൻഡ്രത്തൊരു വർക്ക് കഴിഞ്ഞിട്ട് രാത്രി സാധാരണ KSRTC ബസ്സിൽ എത്രയോ ദിവസം ഇപ്പൊ എറണാകുളത്ത് ഷൂട്ട് കഴിഞ്ഞിട്ട് ആലപ്പുഴ വരെയൊക്കെ നിന്ന് വന്നിട്ടുണ്ട്. പുലർച്ചെ രാവിലെ 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അടുത്ത ലൊക്കേഷനിൽ വണ്ടി വിടും. ജസ്റ്റ് ബ്രഷ് മാത്രം, കുളിക്ക് പോലും ചെയ്യാൻ പറ്റിയിട്ടില്ല, ബ്രഷ് മാത്രം ചെയ്തിട്ട് ലൊക്കേഷനിൽ പോയിട്ടുണ്ട്. ഇപ്പൊ എന്റെ കല്യാണം ഞാനാ നടത്തിയത്. ഞാൻ എന്റെ അമ്മയുടെ 1 രൂപ പോലും മേടിച്ചിട്ടില്ല. എന്തിനാ AC നോക്കി വേർക്കുന്നത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട AC ബ്രാൻഡുകളുടെ ഒരു വൈഡ് റേഞ്ച് തന്നെ ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. ഹായ്, ഹലോ, നമസ്കാരം. സൈന സത് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഈ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, അതോടൊപ്പം തന്നെ ബോൾഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു അപ്സര. ഫസ്റ്റ് ഓഫ് ഓൾ നല്ലൊരു ഇൻട്രോ തന്നതിന് താങ്ക് യു സോ മച്ച്. നമുക്ക് എല്ലാവരെയും ഞാൻ പറയാം, ഞാനിപ്പോ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ ചില സിറ്റുവേഷനിൽ നമ്മൾ ഡൗൺ ആവും. പക്ഷേ ചില പെൺകുട്ടികളെ കാണുന്ന സമയത്ത് നമ്മള് എങ്ങനെ ഇത്രയും രസമായിട്ട് അവർക്ക് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റണേ, അതെങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റണേ എന്നൊക്കെ എനിക്ക് ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ഞാൻ നോക്കി കാണാറുണ്ട്, പ്രത്യേകിച്ച് സെലിബ്രിറ്റീസിൽ. കാരണം നമ്മളൊരു സാധാരണക്കാരായിട്ടുള്ള ഒരു പെൺകുട്ടികളെ ഫീൽ ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ എഫക്ട് ചെയ്യുന്ന പോലെയല്ല എനിക്ക് തോന്നുന്നു ഒരു 10 ആൾ അറിയുന്ന ആളുകൾ ചിലപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് എങ്ങനെ ക്യാരി ചെയ്യുന്നത്. എങ്ങനെയാണ് ഇത്ര ബോൾഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത്? അത് ആക്ച്വലി നമ്മൾ ജനിക്കുമ്പോൾ ആരും ബോൾഡ് ആവണല്ല. ഈ കുറേ സാധനങ്ങൾ ഈ വന്ന് ഈ പറഞ്ഞ പോലെ എല്ലാ ഈ സെലിബ്രിറ്റീസ് ആണെങ്കിലും നോർമൽ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ എല്ലാവർക്കും ഇപ്പൊ ഞാൻ പറയും ആ സ്ഥാനത്ത് ഞാനാണെങ്കിൽ എനിക്കത് ഓവർകം ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയും. പക്ഷെ അത് വെറുതെയാണ്. നമ്മളെല്ലാവരും ആ ഒരു സിറ്റുവേഷനിൽ എത്തുമ്പോൾ അത് എങ്ങനെയും ഓവർകം ചെയ്യാൻ നോക്കും. അപ്പൊ അതുപോലെ നമ്മൾ ഓവർകം ചെയ്ത് കുറേ കാര്യങ്ങൾ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് വരുമ്പോ ലാസ്റ്റ് എന്ത് വന്നാലോ നെവർ മൈൻഡഡ് ആവും. അപ്പൊ അങ്ങനെ ഒരു ഇതിലങ്ങ് പോണതാ. ഇപ്പൊ നമ്മള് എപ്പോഴും സൊസൈറ്റിയിൽ എപ്പോഴും ഒരു സെലിബ്രിറ്റി അവരുടെ ലൈഫിൽ എന്ത് പറ്റിയാലും അത് വലിയ വാർത്തയാവാറുണ്ട് അല്ലേ? ഒരു ഇപ്പം ഞാൻ തന്നെ ഇപ്പൊ ഒരു ഇന്റർവ്യൂവിന്റെ താഴെ ഒരു നെഗറ്റീവ് കമന്റ് വന്നു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഉറക്കം പോകും. എന്തെങ്കിലും കമന്റ് ഇട്ടേന്ന് ഒരു ടെൻഷൻ വരും. പക്ഷെ നമ്മുടെ ഒരു സെലിബ്രിറ്റി ആയി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ എന്ത് നടക്കുന്നു അതൊരു വാർത്തയാവുക, ആളുകൾക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ. ഇപ്പൊ ഒരു പേഴ്സണൽ ലൈഫിൽ കിടക്കുമ്പോൾ ഒന്നും വിചാരിക്കരുതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് വരുന്നു, ചിലപ്പോൾ നമുക്ക് ഫെയിൽ ആവാം, അത് സക്സസ്ഫുള്ളി പോവാം. നമ്മുടെ ലൈഫിൽ എന്തുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ ലൈഫിൽ മാത്രം ഇത്തരത്തിലുള്ള ഡിവോഴ്സോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രോബ്ലംസോ ഫാമിലി ലൈഫിൽ വരും, അത് മാത്രം എപ്പോഴും എന്തുകൊണ്ടാണ് ഒരു ചർച്ചയാവുന്നത്? ആളുകൾക്ക് ഒരു ക്യൂരിയോസിറ്റിനപ്പുറം എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിപ്പോ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം മാത്രമാട്ടെ. ഇപ്പം സ്ത്രീയും പുരുഷനും എല്ലാം ഈക്വൽ ആണെന്നൊക്കെ പറഞ്ഞാലും ഇപ്പോഴും സ്ത്രീകൾ ചെയ്യുമ്പം അത് ഭയങ്കര മോശവും ആണുങ്ങൾ ചെയ്യുമ്പോൾ അത് ഭയങ്കര ക്രെഡിറ്റും ആവുന്ന ഒരു കാലഘട്ടത്തോട് തന്നെയാണ് നമ്മൾ ഇപ്പോഴും ജീവിക്കണം. പ്രത്യേകിച്ച് ആർട്ടിസ്റ്റുകളാവുമ്പോൾ ഇപ്പൊ ഒരു ആർട്ടിസ്റ്റിനെ നിങ്ങൾ ഈ ഒരു കാര്യം ആലോചിച്ചാൽ മതി. ഒരു ആക്ട്രസിന്റെ കല്യാണത്തിന്റെ ഒരു വീഡിയോ മീഡിയാസിൽ വന്നിട്ട് അവരത് പോസ്റ്റ് ചെയ്യുമ്പോൾ അതിന് താഴെ വരുന്ന ആദ്യത്തെ കമന്റ് ഇതാ, ഇതൊരു 6 മാസം കംപ്ലീറ്റ് ചെയ്യില്ല. എന്തിനാണ് അത് പറയണതെന്ന് എനിക്കറിയില്ല. എല്ലാ സെലിബ്രിറ്റീസും, നിങ്ങൾ ഏതൊരു ആർട്ടിസ്റ്റ്, ഇപ്പൊ സിനിമയിൽ നിന്നായാലും സീരിയലിൽ നിന്നാണെങ്കിലും ആരുടെ ഇപ്പം ഇപ്പൊ കല്യാണ ദിവസം തന്നെ അവരൊന്ന് ഹഗ് ചെയ്ത് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇവരുടെയൊക്കെ ഭയങ്കര ചാട്ടം ഭയങ്കര ഓവറാണ്. നമ്മളെല്ലാവരും ഞാൻ പറയട്ടെ, ഇപ്പൊ ഒരു പാർട്ട്ണറെ കണ്ടുപിടിക്കുക, അയാളുടെ കൂടെ ജീവിക്കുക, കല്യാണം കഴിക്കുക എന്ന് പറയുമ്പോൾ നമ്മളെന്താ ചിന്തിക്കുക, നമ്മുടെ ലൈഫ് ലോങ് നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മൾ ഏറ്റവും സന്തോഷമുള്ളൊരു മൊമെന്റാ. അത് നമ്മൾ മാക്സിമം എത്രത്തോളം സന്തോഷിക്കാൻ പറ്റും അങ്ങനെ സന്തോഷിക്കും. അപ്പൊ അങ്ങനെ സന്തോഷിക്കുമ്പോഴത്തേക്കും ഇവള് ഭയങ്കര ഓവറാണ്, ഇത് 6 ദിവസം പോലും കംപ്ലീറ്റ് ചെയ്യില്ല, അല്ലെ 6 മാസം പോലും കംപ്ലീറ്റ് ചെയ്യില്ല എന്നാ ഫസ്റ്റ് വരുന്ന കമന്റ്. ആക്ച്വലി ഞാൻ ആദ്യമൊക്കെ ഈ കമന്റുകൾ വരുമ്പോഴത്തേക്കും
എല്ലാവരെയും പോലെ തന്നെ ഞാനും ഭയങ്കര വിഷമം ഉണ്ടായിട്ടുണ്ട്. എന്തിനാണ് ഈ ആൾക്കാർ ഇങ്ങനെ പറയുന്നത്? ഞാൻ പോലും അറിഞ്ഞിട്ടില്ല എന്റെ ഡിവോഴ്സ് ആയ, ഞാൻ ചിന്തിച്ചിട്ട് പോലും ആൾക്കാർ ഇത് പറഞ്ഞു നടക്കുക. അപ്പൊ എനിക്കറിയില്ല. ഇപ്പൊ ഞാനിപ്പം എന്റെ ചേച്ചിയുടെ മോനെയും കൊണ്ട് ഞാൻ എവിടെ പോയാലും എന്റെ ഒപ്പമുള്ള ഒരാളാവൻ. അവന്റെ അമ്മയുടെ കൂടെ ഉള്ളതിനെക്കാട്ടിൽ കൂടുതൽ എന്റെ ഒപ്പമാണ് അവൻ വന്നിട്ടുള്ളത്. എന്റെ ചേച്ചിയുടെ മോൻ ഞങ്ങളുടെ ഫാമിലിയിലെ ഫസ്റ്റ് ബേബിയാ. ഇപ്പൊ എനിക്ക് സീരിയസ്ലി ഞാൻ പറയാം, ഒരു കാലഘട്ടം വരെ എനിക്ക് വലിയൊരു പ്രശ്നമായിരുന്നു. ഞാൻ അവനെയും കൊണ്ട് പുറത്തു പോകുമ്പോൾ ആൾക്കാർ പറയും അപ്സരയുടെ കുട്ടിയാണ്, എന്റെ കുട്ടിയാണെന്ന് പറഞ്ഞാൽ എനിക്ക് പ്രശ്നമല്ല. അവൻ എന്തെങ്കിലും കൊച്ചുകുട്ടികളാ, അവൻ മുഖം വാടിയിരിക്കുവോ അല്ലെങ്കിൽ പിണങ്ങോ വാശി പിടിക്കുകയോ ചെയ്യുമ്പോഴത്തേക്കും കുട്ടിയെ മൈൻഡ് ചെയ്യാതെ, അപ്സര പ്രസവിച്ച കുട്ടിയെ മൈൻഡ് ചെയ്യാതെ അപ്സര തിരിഞ്ഞു നടക്കുന്നു എന്നൊക്കെ പറയും. അത് പിന്നെ എനിക്ക് സ്വയം മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായി തുടങ്ങി. പക്ഷെ ഇപ്പൊ പിന്നെ ഞാൻ അത് എന്ത് കണ്ടാലും ഒരു നെവർ മൈൻഡ് ആയിട്ട് എടുക്കുന്നതുകൊണ്ട് ഇപ്പൊ എന്നെ ബാധിക്കില്ല. പക്ഷെ അന്ന് എനിക്കത് പ്രശ്നമായിരുന്നു. മനസ്സിലായി. എനിക്ക് റെസ്പെക്ട് തോന്നിയൊരു കാര്യം ഞാൻ പറയട്ടെ. ഇപ്പൊ ഒരു ഡിവോഴ്സിന്റെ ഒരു വാർത്ത വരുന്നു, എല്ലാ യൂട്യൂബ് ചാനലിലും വീഡിയോസ് എടുക്കുന്നു, ഏത് ചാനലിൽ വന്നിട്ട് സംസാരിക്കുമ്പോഴും അപ്സര പറയുന്നൊരു രീതിയുണ്ട്. അതായത് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. അതായത് നമ്മുടെ ലൈഫിൽ പേഴ്സണലായിട്ട് നടക്കുന്ന കാര്യങ്ങൾ പറയേണ്ടത് പറയുക, ആരെയും വേദനിപ്പിക്കാതെ പറയാം. കാരണം സോഷ്യൽ മീഡിയ നമ്മൾ കാണുന്നത് ഒരേ രീതി. ഇപ്പം സെലിബ്രിറ്റി രണ്ട് രീതിയിലുണ്ട്. ഒന്ന് പേഴ്സണൽ ലൈഫ് അങ്ങ് തുറന്ന് കാട്ടി കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ അവരെ വലിച്ചു നിൽക്കിയിട്ട് അങ്ങനെ പറയാറില്ല, മോശപ്പെടുത്തി സംസാരിക്കുന്നവരുണ്ട്. പക്ഷെ ആ ഒരു ഏരിയയിൽ നിന്ന് അപ്സര ചെയ്തത് എനിക്കൊന്ന് കുറേ പേർക്ക് മോട്ടിവേഷൻ ആയിട്ടുണ്ട്. സീരിയസ്ലി നമ്മുടെ പേഴ്സണൽ ലൈഫ് കാര്യങ്ങൾ പറയേണ്ടത് പറയാം. ചിലപ്പോൾ ലൈഫിൽ പലതും നടന്നേക്കാം, പക്ഷെ അത് ചിരിച്ചുകൊണ്ടാ മറുപടി പറഞ്ഞത്. അത് എങ്ങനെയാ അത് ചിന്തിച്ചത്? നമുക്ക് വേണമെങ്കിൽ അത് എങ്ങനെയും നമുക്ക് പറയാലോ. ആക്ച്വലി ഞാൻ ഇതുവരെ ഒരു മീഡിയയിലും പറയാത്തൊരു കാര്യമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു സെക്കൻഡ് മാരേജ് ആയിരുന്നു. ഒരു ഫസ്റ്റ് മാരേജ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതിനു മുമ്പ് ഞാൻ അതിനെക്കുറിച്ച് ഒരിക്കലും എൻ്റെ ഫസ്റ്റ് എക്സിനെ കുറിച്ചിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ പേരോ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. കാരണം അത് കഴിഞ്ഞൊരു മാറ്ററാണ്. അദ്ദേഹത്തിനെ വലിച്ചിട്ടിട്ട് ഒരിക്കൽ ഞാൻ സ്നേഹിച്ച ഒരാളാ, ഒരുമിച്ച് ജീവിച്ച ഒരാളാ, നമ്മൾ ഒരുപാട് ഇതാക്കിയ എന്തൊക്കെയോ അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളുമായിട്ട് ഞങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റഡ് ആയി. ഞാനെന്നൊരു വ്യക്തി, ഞാൻ ഇപ്പൊ പോലും പറയാം, എന്റെ ലൈഫിൽ ഇപ്പോഴും പറയാം, കുറെ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരാളാ. ഞാനത് പറയുന്നത് ഇപ്പൊ കേട്ടോണ്ട് ഇപ്പൊ കേൾക്കുന്ന ഒരാള് പോലും ഞാനിപ്പം വീട്ടിൽ വെറുതെ ഇരുന്ന എനിക്ക് കൊണ്ട് പൈസ തരുമോ, എന്നെ നോക്കുമോ, ഒന്നും ചെയ്യില്ല. പക്ഷെ ഞാനത് എന്തുകൊണ്ടാണ് പറയണത് എന്താ വെച്ചാല്, ഇപ്പൊ ഞാൻ ഒരു 3 സ്ത്രീകളുള്ള വീട്ടിൽ നിന്ന് വരുന്നത്. എൻ്റെ അച്ഛൻ മരിച്ചുപോയി, ഞാനും അമ്മയും ചേച്ചിയും മാത്രമേ ഉള്ളൂ. അപ്പൊ എന്നെ പോലെ കുറെ പെൺകുട്ടികൾ ഉണ്ടാവൂലേ സമൂഹത്തില്, നമുക്ക് ഇനിയിപ്പം ആരും ഇല്ല നോക്കാൻ. അല്ലെങ്കിൽ എൻ്റെ അടുത്ത് കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, ചേച്ചി എനിക്ക് അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ ഭയങ്കര പേടിയാ, കുറെ മോശം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയണു. അപ്പൊ എനിക്ക് എല്ലാവരോടും ഇങ്ങനെ നടന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറയണത് എന്താ വെച്ചാൽ, ഞാനും അങ്ങനെ വന്ന ഒരാളാണ്. എനിക്ക് ഇതുവരെ ഒരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ മീഡിയാസിലെ കുറെ ആൾക്കാർ പറയുന്നുണ്ട് ഇപ്പൊ അഭിനയിക്കണമെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്റെ ലൈഫിൽ ഇതുവരെ ഞാൻ ക്യാമറ സത്യം പറയാം, എനിക്ക് അങ്ങനെ ഒരാൾ പോലും എന്നോട് മോശമായിട്ട് പെരുമാറിയിട്ടില്ല. അപ്പൊ അങ്ങനെ ഇല്ലാത്ത ആൾക്കാരും ഉണ്ട് എന്ന് വെച്ചിട്ട് എല്ലാവർക്കും അങ്ങനെയൊന്നും ഞാൻ പറയില്ല. അപ്പൊ നമ്മൾ വരുമ്പോ നമ്മൾ നിൽക്കേണ്ട ഒരു രീതിയുണ്ട്. ആ രീതി നിൽക്കേണ്ട രീതി. ഇപ്പൊ നമ്മളോട് ഇപ്പൊ എന്നോട് ഒരാൾ ഒരു മോശം രീതി ചോദിച്ചാൽ എനിക്ക് താല്പര്യമില്ല, ഞാൻ ചെയ്യുന്നില്ല. അങ്ങനെ ഒരു സ്റ്റാൻഡിൽ നിന്നാൽ ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ ഞാൻ പറയാൻ ശ്രമിക്കുന്നതും അതാണ്. നിങ്ങൾ അത് വെച്ചുകൊണ്ട് ഒരിക്കലും ടാലന്റ് ഉള്ള ആൾക്കാർ വീട്ടിൽ വെറുതെ ഇരിക്കരുത്, നിങ്ങൾ ചെയ്യണം. നമ്മുടെ ടാലന്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും പുറത്തേക്ക് വരാൻ പറ്റും. പിന്നെ എൻ്റെ ലൈഫിൽ ഞാൻ പറഞ്ഞ വെച്ചാൽ കുറേ പെൺകുട്ടികൾ ലൈക്ക് ഇപ്പോഴും ലൈഫിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ആരോട് തുറന്നു പറയാൻ പറ്റാണ്ട്, പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികളും ഞാൻ കുറെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഈ തുറന്നു പറയാൻ പറ്റില്ല, കാരണം സമൂഹം എങ്ങനെ ഇത് റിയാക്ട് ചെയ്യും, ഇതെങ്ങനെ എടുക്കും, നാട്ടുകാർ എങ്ങനെ വിചാരിക്കും, അങ്ങനെ വിചാരിച്ചിട്ട് ഇപ്പോഴും സ്ട്രഗിൾ ചെയ്ത് ജീവിക്കണ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞ വെച്ചാൽ എനിക്കും ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്. ചിലപ്പോൾ ഞാനത് പറയുന്നത് എൻ്റെ ഒരു മോശം വശമായിരിക്കും ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ കഴിഞ്ഞു പോയൊരു കാര്യമാണ്. ഇനി വരാൻ നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ള വെച്ചാൽ, എന്നെ പോലെ നിങ്ങൾ ആവരുത്. എനിക്ക് ലൈഫിൽ അങ്ങോട്ടൊരു മോശം അനുഭവം പറ്റി. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ പുറത്ത് കിടക്കുക, ഞാൻ അത്ര മാത്രമേ വിചാരിച്ചോളൂ. പക്ഷേ ഇത് മീഡിയാസ് ഏറ്റെടുത്തിട്ട് എനിക്കെതിരെ ഭയങ്കര, ഇപ്പൊ ഞാൻ ബിഗ് ബോസിൽ നിന്ന സമയത്താണെങ്കിൽ പോലും ഞാൻ ഒരിക്കൽ പോലും അദ്ദേഹത്തിന്റെ പേര് ഇപ്പോഴും എനിക്ക് താല്പര്യമില്ല. ഞാനായിട്ട് ഒരിടത്തും പറഞ്ഞിട്ടില്ല, എനിക്ക് അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ താല്പര്യമില്ല. ഇപ്പോഴും കുറെ ആൾക്കാർ എനിക്കെതിരെ കുറെ നെഗറ്റീവ്സ്, അപ്സര അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഡിവോഴ്സ് ആയാതത്, എനിക്കത് പറയാൻ താല്പര്യമില്ലാന്ന് വെച്ചാൽ, ആയാലും ഇല്ലെങ്കിലും നാളെ ഞാൻ ഒരുമിച്ച് ജീവിച്ചാലും നാളെ എനിക്കൊരു കുഞ്ഞുണ്ടായാലും അത് എന്നെയും അദ്ദേഹത്തിന് എൻ്റെ പാർട്ട്ണർ ആരും ആയിക്കോട്ടെ അവരെ മാത്രം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിലിയെ മാത്രം സംബന്ധിക്കുന്ന വിഷയം. അപ്പൊ നാളെ സപ്പോസ് ഞാൻ ഡിവോഴ്സ് ആയി വെച്ചോ, അല്ലെങ്കിൽ അത് ഞാനാ ഒറ്റപ്പെടുന്നേ.
അപ്പൊ എനിക്ക് ആ സ്ട്രഗിൾ ഉണ്ടാവുന്നത് ഈ കമന്റ് ഇടുന്ന ആൾക്കാർക്ക് ഒന്നുമല്ല. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചാൽ എനിക്ക് ആ സന്തോഷം ഉണ്ടാവുന്നത്. അത് എന്ത് തന്നെയാലും ഇപ്പൊ എനിക്ക് ഒരുമിച്ച് ഒട്ടും പറ്റാത്തൊരു സാഹചര്യം വരുമ്പോഴായിരിക്കും ഒരു വ്യക്തി ഡിവോഴ്സിനെ കുറിച്ച് ചിന്തിക്കണം. അത് അവരുടെ മാത്രം വേദന, അവരുടെ മാത്രം പ്രശ്നമാണ്. അതിന് മീഡിയാസിനെ ഒന്നും ആരെയും വലിച്ചിടാൻ താല്പര്യമില്ലാത്ത ഒരാളാണ് എനിക്ക്. എന്നെ സംബന്ധിച്ച് അത് ചിലപ്പോൾ എൻ്റെ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് എപ്പോഴും എൻ്റെ പ്രശ്നങ്ങളും കുറവുകളും പറയാൻ ഇഷ്ടമല്ലാത്ത ഒരാളാണ്. എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റും. എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് എന്തോ അയ്യോ അത് വേണ്ട, എനിക്കപ്പം ആൾക്കാർ നമ്മളെ സിമ്പതിയോടെ അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് എൻ്റെ നല്ല കാര്യങ്ങൾ കാണിക്കണം. എനിക്ക് അവള് സക്സസ് അല്ലെ, അവള് നല്ലതാണ്, അവള് സക്സസ് ആണ്, ഹാപ്പി ആണെന്ന് കാണിക്കണം. ചിലപ്പോൾ കരഞ്ഞ് പണ്ടാറടങ്ങി വിഷമിച്ച് തളർന്നിരിക്കുമായിരിക്കും. എൻ്റെ അടുത്ത് എല്ലാവരും പറയും ഈ മീഡിയാസിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ സന്തോഷം. ആക്ച്വലി എനിക്കത് എൻ്റെ വിഷമം കാണിക്കാൻ താല്പര്യമില്ല. ഞാൻ എപ്പോഴും ഹാപ്പിയാണ്. എനിക്ക് അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കാനേ ഇഷ്ടം. അതാണ് ചെറിയ സന്തോഷങ്ങൾ പോലും നമ്മൾ എപ്പോഴും മരിച്ചു പോണേന്ന് അറിയാൻ പറ്റില്ല. അവ ചെറിയ സന്തോഷങ്ങൾ പോലും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാം. പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ചിലപ്പോൾ തൊട്ടു മുന്നേ ഇപ്പം ഞാൻ അഭിനയിക്കാൻ പോകുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഇങ്ങനെ ടെൻഷനൊക്കെ ഉള്ള സമയത്ത് തൊട്ടു മുന്നേ ചില ഫോണിൽ വിളിച്ച് കറങ്ങി വിളിച്ച് പണ്ടറങ്ങിയിരിക്കും. പക്ഷെ ക്യാമറയുടെ മുന്നിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും. അതെന്ന് വെച്ചാൽ എനിക്ക് ആ കിട്ടുന്ന ആ ഒരു ചിലപ്പോൾ നെക്സ്റ്റ് ഡേ കിട്ടണമെന്നില്ല. അപ്പം ഞാൻ കിട്ടുന്ന ആ ഒരു നല്ല മൊമെന്റിനെ ഭയങ്കര എൻജോയ് ചെയ്യും. പിന്നെ എനിക്കൊരു വാശിയുണ്ട് എൻ്റെ ലൈഫിൽ, ഒരിക്കലും ഞാൻ ഡൗൺ ആയി പോകരുത്, നശിച്ചു പോകരുത്. എനിക്ക് സക്സസ് ആവണം, ഇനി സക്സസ് ആവണമെന്നൊരു വലിയൊരു വാശിയുണ്ട്. അതൊക്കെ ആയിരിക്കും എന്നെ ഇതുവരെ എത്തിച്ചത്. അപ്പോൾ എനിക്ക് ഒരിക്കലും ഈ വരുന്ന നെഗറ്റീവ് കമൻസിനെയോ അല്ലെങ്കിൽ എനിക്ക് അതിനൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ലടാ. ലൈക്ക് ഞാൻ അത് ശ്രദ്ധിച്ചാൽ എനിക്കറിയാം ഞാൻ ഭയങ്കര ഇമോഷണലി ഡൗൺ ആയിട്ടുള്ള ഒരാളാണ്. ആർക്കും അറിയില്ല, എല്ലാവരും വിചാരം ഞാൻ ഭയങ്കര സ്ട്രോങ് ആണെന്നാണ്. പക്ഷെ ഞാൻ ഭയങ്കര ഡൗൺ ആയി. ചെറിയ കാര്യങ്ങൾ പോലും എനിക്ക് പെട്ടെന്ന് ഫീൽ ആവും, പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് ഞാൻ സ്നേഹിക്കും, പെട്ടെന്ന് കൂളാവും. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഭയങ്കര ഇമോഷണലി ഭയങ്കര വീക്കായിട്ടുള്ള ആൾക്കാർക്ക് അത് ഭയങ്കര മാനേജ് ചെയ്യാൻ ഭയങ്കര പ്രശ്നമാണ്. അപ്പം ഞാൻ സ്വയം എന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് തലയെടുത്താൽ മതി, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മാറ്റി വെക്കാം. നമ്മൾ എന്തിനാണ്, എനിക്കിപ്പോൾ ഒറ്റല്ല, ഞാൻ എങ്ങനെ സക്സസ് ആവണം, രക്ഷപ്പെടണം, ജയിക്കണം, ആ ഒരു എയിം മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ പെൺകുട്ടി അത് നമ്മൾ സ്വന്തമായിട്ട് ഒരു രൂപ ഏൺ ചെയ്താൽ അത് നമുക്കൊരു ഭയങ്കര സന്തോഷവും പ്രൗഡായിട്ട് മൂവ്മെന്റ് ആണ്. ഇപ്പൊ ഒരു 3 പെൺകുട്ടികളുള്ള ഒരു വീട്ടിൽ നിന്ന്, അമ്മ ചേച്ചി ഞാൻ 3 പേര് സ്ത്രീകളുള്ള ഒരു വീട്ടിൽ നിന്ന് നമ്മൾ സ്വന്തമായിട്ട് ഏൺ ചെയ്യുള്ളൂ. നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ ജോലിക്ക് ഇറങ്ങി നമ്മൾ അതിൽ നിന്നൊരു പൈസ എടുത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം അത് ലൈഫിൽ ചെയ്തു. ഒരുപാട് കാര്യം ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ ഇത് ചെയ്യാനുണ്ടാവും. എന്നാലും ചെയ്തതിലേക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നിയൊരു കാര്യം എന്തെങ്കിലും ഉണ്ടോ? ഞാനൊരു 7th പഠിക്കുമ്പോൾ എൻ്റെ അച്ഛൻ 8th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ എൻ്റെ അച്ഛൻ മരിക്കണം. അതിനുശേഷം എൻ്റെ അമ്മ ഒരുപാട്, ഞാനും ചേച്ചിയും തമ്മിലൊരു 3 വയസ്സിന് വ്യത്യാസമേ ഉള്ളൂ. അപ്പം ഞങ്ങള് വളരെ പഠിപ്പിക്കാൻ എല്ലാത്തിനും അമ്മ ഭയങ്കര സ്ട്രഗിൾ ചെയ്യണം ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മയെ ഹെൽപ്പ് ചെയ്യാൻ പോലും ഒരാളും ഉണ്ടായിട്ടില്ല. ആ പ്രായം മുതലേ ഞാനും ചേച്ചി, അന്നൊന്നും ഞാൻ സീരിയലിലൊന്നും വന്നിട്ടില്ല, ഞാൻ ട്യൂഷനൊക്കെ പഠിപ്പിക്കുമായിരുന്നു. ചേച്ചിയും അതെ, ചേച്ചി ടീച്ചറാ. അപ്പം എനിക്ക് അന്ന് മുതലേ ഞാനും ചേച്ചി സ്വന്തം കാര്യങ്ങൾ, ലൈക്ക് നമ്മുടേതായിട്ടുള്ള ചെറിയ കാര്യങ്ങൾ, ഡ്രസ്സ് എടുക്കുന്നതാണേലും ചെറിയ 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 അങ്ങനത്തെ കാര്യം, ഇതിപ്പോ സാധാരണക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, സാധാരണ ഫാമിലിക്ക്. അങ്ങനത്തെ കാര്യങ്ങൾ ചെറുപ്പം മുതലേ ഞാൻ സ്വയം ചെയ്തിട്ടുള്ള ഒരാളാണ്. അത് കഴിഞ്ഞ് സീരിയലിൽ വന്ന സമയത്താണെങ്കിൽ പോലും എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് സ്വന്തമായിട്ടൊരു കാറ് മേടിക്കണം എന്ന്. അത് ഒരു 20 വയസ്സിലോ എന്തോ ഞാൻ സ്വന്തമായിട്ട് വണ്ടി മേടിച്ചു. 20 വയസ്സിൽ കാറ് മേടിച്ചു. ഇപ്പൊ എന്റെ കല്യാണം ഞാനാ നടത്തിയത്. ഞാൻ എൻ്റെ അമ്മയുടെ 1 രൂപ പോലും മേടിച്ചിട്ടില്ല. സത്യത്തിൽ ഇന്റർവ്യൂ ഞാൻ കട്ട് ചെയ്യുന്ന പറയില്ലേ, ഞാനാകുന്ന ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ പോയിന്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ പറയുന്നത് എന്നെ പുതിയ വേറൊരാളെ കണ്ട പോലെ. എന്ന് വെച്ചാല് ഞാൻ അന്ന് ആ കാറ് മേടിക്കുമ്പോഴത്തേക്ക് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ EMI മേടിക്കുന്നത്. അപ്പൊ എനിക്കറിയില്ല ഇത് ഇനി നാളെ അടയ്ക്കാൻ പറ്റും. പക്ഷെ എനിക്ക് കാറ് മേടിക്കണം, എനിക്ക് വർക്ക് ചെയ്യണം. ആക്ച്വലി ഞാൻ എല്ലാവരും ഇപ്പൊ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാ. ഇപ്പൊ ഞാൻ സീരിയലിൽ അഭിനയിക്കുമ്പോൾ മെയിൻ ക്യാരക്ടർ, ഇപ്പൊ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുമ്പോൾ എന്നെ ആൾക്കാർ തിരിച്ചറിയുമ്പോൾ ഒരേ സമയം 4 സീരിയൽ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നേ. അപ്പം ആ സമയത്ത് ഇപ്പൊ എനിക്കൊരു കാർ എടുത്തു, ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാൻ എടുത്തു. പക്ഷെ എനിക്ക് എന്നെ CC അടയ്ക്കണമെങ്കിൽ എനിക്ക് അത്രയും പൈസ ഏൺ ചെയ്യണം. അപ്പൊ ഞാൻ എക്സ്ട്രാ വർക്ക് ചെയ്യണം. സോ അന്ന് എനിക്ക് 2 വർക്ക് ചെയ്താൽ ഞാൻ ഓക്കെയാണ്. പക്ഷെ എനിക്ക് എൻ്റെ കയ്യിലും പൈസ വേണം, എൻ്റെ ചെലവുകൾക്ക് പൈസ വേണം. ഞാൻ അമ്മയെ ഡിപ്പെൻഡ് ചെയ്യില്ല, അമ്മയെ ബുദ്ധിമുട്ടിക്കില്ല. അപ്പൊ എൻ്റെ കാര്യങ്ങൾക്ക് ഞാൻ തന്നെ ചെയ്യണം. അതിനൊപ്പം എനിക്കൊരു വണ്ടി എക്സ്ട്രാ ആകുമ്പോഴത്തേക്ക് എക്സ്ട്രാ പൈസ ഏൺ ചെയ്യണം. അപ്പൊ ഞാൻ എക്സ്ട്രാ വർക്ക് ചെയ്തു, ഉറങ്ങിയിട്ടില്ല ഞാൻ. ഇപ്പൊ ട്രിവാൻഡ്രത്തൊരു വർക്ക് കഴിഞ്ഞിട്ട് രാത്രി സാധാരണ KSRTC ബസ്സിൽ എത്രയോ ദിവസം, ഇപ്പൊ എറണാകുളത്ത് ഷൂട്ട് കഴിഞ്ഞിട്ട് ആലപ്പുഴ വരെയൊക്കെ നിന്ന് വന്നിട്ടുണ്ട് പുലർച്ചെ. നിന്നിട്ട് സീറ്റ് കിട്ടാണ്ട് സാധാരണ KSRTC ബസ്സിൽ നിന്ന് വന്നിട്ട് ട്രിവാൻഡ്രത്ത് വന്നിറങ്ങി രാവിലെ 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അടുത്ത ലൊക്കേഷനിൽ നിന്ന് വണ്ടി വിടും. ജസ്റ്റ് ബ്രഷ് മാത്രം, കുളിക്ക് പോലും ചെയ്യാൻ പറ്റിയിട്ടില്ല, ബ്രഷ് മാത്രം ചെയ്തിട്ട് ലൊക്കേഷനിൽ പോയിട്ടുണ്ട്. അങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് എനിക്ക് എന്താന്ന് വെച്ചാൽ എനിക്കൊരു സ്വന്തമായിട്ട് വണ്ടിയായില്ലേ, എനിക്ക് വണ്ടിയായി. അന്ന് ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്, അത് ഞാൻ ആരോടും ഇപ്പോഴാട്ടോ പറയുന്നത്. പക്ഷെ എന്താ പോലും ഇപ്പൊ അപ്സരയ്ക്ക് ഒരു വണ്ടി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വണ്ടിയുണ്ട്.
അതുപോലെ ഓരോ കാര്യം ഇപ്പൊ എന്റെ കല്യാണം ആണെങ്കിൽ പോലും എന്റെ അമ്മയുടെ അടുത്ത് ചോദിച്ചാൽ ഒരു രൂപ പോലും ഞാൻ ഒരു കാര്യത്തിനും ഞാൻ അമ്മയെ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല. ഞാൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത് എൻ്റെ എല്ലാ കാര്യങ്ങളും. ഇപ്പൊ അന്നു മുതൽ ഇന്നിപ്പോ എൻ്റെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ആണെങ്കിലും എൻ്റെ ഡ്രസ് എൻ്റെ പേഴ്സണൽ കെയർ എന്തിനും ഞാൻ ഏൺ ചെയ്തിട്ടുണ്ടാക്കണത്. അപ്പൊ എനിക്ക് ആ കാര്യത്തിലൊക്കെ ഭയങ്കര ഒരു നമ്മൾ എക്സ്ട്രാ വർക്ക് ചെയ്യേണ്ടി വരും, ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. ഇപ്പം ചില സമയത്ത് ഇപ്പൊ ഇന്ന് തന്നെ എനിക്ക് ഇന്നലെ തിരൂര് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, 10:30 മണി അവിടെ കഴിഞ്ഞിട്ട്. ഇന്ന് പുലർച്ചെ 5 മണിക്ക് ഞാൻ വീട്ടിലെത്തി, എറണാകുളത്ത് എത്തിയിട്ടേ ഉള്ളൂ. പക്ഷെ ഇന്ന് 10 മണിക്ക് കോർ കമ്മിറ്റി മെമ്പർ ആയതുകൊണ്ട് ഞങ്ങൾക്ക് 10 മണിക്ക് ഇവിടെ വരണം. സോ എനിക്ക് ഉറക്കം കുറച്ചേ കിട്ടിയുള്ളൂ. പക്ഷെ ഞാൻ വന്നതുകൊണ്ട് എന്താ എനിക്ക് മീഡിയസിൽ നിൽക്കാൻ പറ്റിയില്ല അല്ലെ. അപ്പൊ ഞാൻ വീട്ടിൽ കിടന്ന് ഉറങ്ങിയെങ്കിൽ ചിലപ്പോൾ എന്നെ ആരും നോക്കൂല. അപ്പൊ നമ്മൾ എക്സ്ട്രാ വർക്ക് ചെയ്യേണ്ടി വരും, ചില കാര്യങ്ങൾ ചിലപ്പോൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. പക്ഷെ നമുക്ക് നാളെ അതിന് വേണ്ടി എന്തെങ്കിലും. പക്ഷെ ഞാനിപ്പോ ഒത്തിരി പെൺകുട്ടികളെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്, പല ആള് പല തരത്തിലാണല്ലോ. പക്ഷെ ഒത്തിരി ആളുകള് അതിപ്പം ഞാൻ അപ്സര കണ്ട കാര്യം, ഇപ്പം ഒരു ബിഗ് ബോസ് എന്നൊരു പ്ലാറ്റ്ഫോം അത്രയും ആഗ്രഹിച്ചു പോകുന്നു. പ്രൈസിനപ്പുറം ഇപ്പൊ പല റീസൺ കൊണ്ട് പോകുന്നവരുണ്ട്. ഫിനാൻഷ്യലി അല്ലെങ്കിൽ ഫെയിം ഇതുകൊണ്ട് നല്ലൊരു ലൈഫ് ചേഞ്ച് ആവുന്ന ഒത്തിരി ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ ലൈഫ് പോകുന്ന ആളുകളുണ്ട്. ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇപ്പൊ എന്റെ അടുത്ത് നാളെ ബിഗ് ബോസിൽ പോകുന്ന ചോദിച്ചാൽ ഞാൻ കുറച്ചു നേരം ചിന്തിക്കും. കാരണം ആ തീരുമാനം എടുക്കുന്നത് അത്രയും വലിയൊരു ഡിസിഷനാണ്. ശരിക്കും ബിഗ് ബോസിൽ പോകുന്നത് ഇതിൽ ഏതൊരു റീസൺ കൊണ്ടാണ്? ആക്ച്വലി ഞാൻ പറഞ്ഞ ഞാനൊരു ആക്ട്രസ് ആണ്. സോ എനിക്ക് ഇങ്ങനെ കിട്ടുന്ന ഏതൊരു പ്ലാറ്റ്ഫോമും, ഇപ്പൊ നമുക്ക് പെർഫോം ചെയ്യാനൊരു പ്ലാറ്റ്ഫോം കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടുള്ള. ഞാനൊരു 11 വർഷമായി. ഇപ്പോഴത്തെ പിള്ളേർക്കാണെങ്കിൽ പിന്നെ കൂടുതലും, പിള്ളേർ മീൻസ് ഇപ്പൊ നമ്മളെപ്പോലുള്ളവർക്ക് പ്ലാറ്റ്ഫോം കൂടുതലുണ്ട്. പക്ഷെ ഞാനൊക്കെ വന്ന സമയത്ത് അങ്ങനെയല്ല. ഒരു 10 വർഷം മുമ്പൊക്കെ നമ്മൾ ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വന്നിട്ട് കുറെ സ്ട്രഗിൾ ചെയ്തു ഇതുവരെ എത്താനായിട്ട്. അപ്പൊ ഇവിടെ എത്തിപ്പെട്ടു. അത് ഈ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യനോട് ആൻസറാണ്. കാരണം നമ്മൾ ഈ ഒരു പ്രൊഫഷനിൽ നിൽക്കുക, ഇഷ്ടപ്പെട്ടൊരു പ്രൊഫഷനിൽ വരിക, അതിൽ സക്സസ് ആവുന്ന പറഞ്ഞാൽ ഭയങ്കര സക്സസ് ഒന്നും പറയില്ല. പക്ഷെ എന്നാലും ഇപ്പോഴും ഈ ഒരു 11 വർഷമായിട്ട് ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പുറത്തു പോകുമ്പോഴുള്ള ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്. അപ്പൊ അങ്ങനെ നിൽക്കാൻ പറ്റുന്നൊരു വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുക. അപ്പൊ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നിന്നിട്ട് ഇപ്പം ഞാനൊരു കാര്യം പറ്റും, നമ്മള് ഇപ്പൊ ബിഗ് ബോസ് എന്നൊരു ഷോ എന്ന് പറയുമ്പോൾ പറഞ്ഞ പോലെ എല്ലാവർക്കും ഫിനാൻഷ്യലി, ഇപ്പൊ എനിക്കും തീർച്ചയായിട്ടും ഫിനാൻഷ്യലി എൻ്റെ ഒരു മൈൻഡായിരുന്നു. പക്ഷെ അതിലുപരി എനിക്ക് ഏറ്റവും ഞാൻ അതിൽ കണ്ട എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ആക്ച്വലി അവിടെ പോകുമ്പോൾ ഇനി ഒരിക്കലും അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് കിട്ടില്ല. മേ ബി നാളെ ഞാനൊരു മൂവി ചെയ്താലോ ഒരു സീരിയൽ ചെയ്താലോ ആ ഒരു പർട്ടിക്കുലർ ക്യാരക്ടർ ആയിരിക്കും. ഇത് ഞാനായിട്ട് തന്നെ എനിക്ക് അവിടെ ഡാൻസ് ചെയ്യാൻ പറ്റി, എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റി, ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കാൻ പറ്റി. സോ എനിക്ക് എന്തൊക്കെ എൻ്റെ ടാലന്റുകളുണ്ട് അതെല്ലാം എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി. എനിക്ക് പെർഫോം ചെയ്യാം, എനിക്ക് സ്വയം എന്നെ ഹാപ്പി ആക്കാൻ പറ്റി. മറ്റൊരു ചിലപ്പോൾ ഞാൻ സംസാരിച്ച രീതിയോ അല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തികളോ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ എനിക്ക് എന്നെ ഹാപ്പി ആക്കാൻ പറ്റി. ലൈക്ക് നമുക്ക് അങ്ങനെ ഒരു കിട്ടുന്നത്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഞാൻ ഡാൻസ് കളിക്കുമ്പോൾ കണ്ടിരിക്കുന്ന ആൾക്കാരെക്കാൾ കൂടുതൽ ഞാനത് എൻജോയ് ചെയ്യുമ്പോഴല്ലേ നമുക്ക്. ഇപ്പൊ മോള് തന്നെ ഇപ്പൊ ആങ്കർ ചെയ്യുമ്പോൾ അത് എൻജോയ് ചെയ്ത് ചെയ്യുമ്പോൾ ഇപ്പൊ നല്ല സാരി ഉടുത്തിട്ടായിരിക്കുന്നത്, നല്ല ഭംഗിയുണ്ട് കാണാൻ. എന്തുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്? ഇത് മറ്റുള്ളവർ കാണുമ്പോൾ എന്നെ നല്ലതെന്ന് പറയണം അല്ലെ. അപ്പൊ അത് അത്ര ഇഷ്ടപ്പെടുന്നോണ്ടാ. ഇപ്പൊ ഇഷ്ടപ്പെടാതെ നിർബന്ധിച്ചു കൊണ്ടിരുത്തിയപ്പോ ഇങ്ങനെ വന്നിരിക്കേണ്ട കാര്യമില്ലല്ലോ നമ്മള്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പെർഫോം ചെയ്യുമ്പോൾ ഡാൻസ് ചെയ്താലോ അഭിനയിച്ചാലും അല്ലാണ്ട് ഇപ്പൊ ക്രിക്കറ്റ് കളിച്ചാൽ എന്ത് ചെയ്താലും എല്ലാവരും ഇങ്ങനെ നോക്കും, എനിക്ക് സന്തോഷം കിട്ടാൻ. സോ എനിക്ക് അങ്ങനെ ഒരു വലിയൊരു പ്ലാറ്റ്ഫോമായിട്ട് തോന്നി, എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് തോന്നി. പിന്നെ ദൈവം സഹായിച്ച് ഞാനൊരു 77 ഡേയ്സ് തോന്നുന്നു, 78 ഡേയ്സ് നിന്നു. ആ 78 ദിവസവും അങ്ങനെ ഒരു മോശം പേരൊന്നും എത്തിക്കാണ്ട് ഇപ്പോഴും ഞാൻ പുറത്തു പോകുമ്പോൾ ആൾക്കാർ ആക്ച്വലി ഞാൻ ഒരു വലിയൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടർ സീരിയൽ ചെയ്തിട്ട് ബിഗ് ബോസിൽ പോയതാ. അപ്പോഴേ ആൾക്കാരുടെ മനസ്സിൽ ഓൾറെഡി നെഗറ്റീവ് ഉണ്ടായിട്ട് പോയ ഒരാളാണ്. പക്ഷെ എനിക്ക് അതൊരു പോസിറ്റീവായിട്ട് തിരിച്ചു വരാൻ പറ്റി. ആൾക്കാർക്ക് ആ ഒരു കോൺസെപ്റ്റ് മാറി. ഞാൻ യഥാർത്ഥ സ്വഭാവം അതല്ലാന്നൊരു കോൺസെപ്റ്റ് മാറി. അതൊക്കെ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര അതിനൊക്കെ വേണ്ടി തന്നെയാണ് പോയതും. ഇപ്പൊ ബിഗ് ബോസിലെ സീസൺസ് ഒരുപാടുണ്ടായിരുന്നു. നിങ്ങൾ ഇപ്പൊ എല്ലാവരും ഒത്തുകൂടി ഇരിക്കുമ്പോൾ നേരത്തെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എല്ലാവരും മീറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഇന്നാണ് ഒരു പോസിബിലിറ്റി വരുന്നത്, നമ്മൾ ഒരിക്കലും മിണ്ടില്ല അല്ലെങ്കിൽ പേടിച്ചൊക്കെ നിന്ന ആൾക്കാർ നേരിട്ട് കണ്ടപ്പോൾ ഭയങ്കര ഐക്യമായിരുന്നു നിങ്ങൾ തമ്മിൽ. ഈ ഒരു ടീം ഉണ്ടല്ലോ, ഇത്ര ആൾക്കാർ, ഇനി ഇത് കുറെ നാളത്തെ ഒരു പ്ലാനിങ് ആണെങ്കിലും എങ്ങനെയുണ്ട് ഇവിടുത്തെ മാച്ച്? എങ്ങനെയുണ്ട് ഒരു നിങ്ങളുടെ ഒരു ഫ്രണ്ട് സർക്കിൾ? സത്യം പറഞ്ഞ ഒരു വലിയൊരു എന്താ പറയാ, എന്തോ ഒരു വലിയൊരു ഭാരം തലയെ കൊണ്ട് നടന്നിട്ട് ഇറക്കി വെച്ചു. സീരിയസ് ആയിട്ട് ആക്ച്വലി ഞങ്ങള് ഒരു സീസൺ 6 കഴിഞ്ഞതിന് ശേഷം സീസൺ 1 മുതലേ എല്ലാ സീസണും ഓരോ ടീം ഗ്രൂപ്പ് ഉണ്ടാവും. പിന്നെ എല്ലാവരും അവരുടെ തിരക്കുകളായിട്ട് അങ്ങനെ പോകും. ലാസ്റ്റ് ഞങ്ങൾ സീസൺ 6 തുടങ്ങിയപ്പോ
ആക്ച്വലി ഞങ്ങൾ ആ ഗ്രൂപ്പ് ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. അപ്പൊ അവർക്ക് അറിയുന്ന മറ്റേ സീസൺ 1 സീസൺ 2 അങ്ങനത്തെ ടീമുകളെയൊക്കെ ഇതിലേക്ക് വിളിച്ചിട്ട് സീസൺ 1 ആ ഗ്രൂപ്പിലേക്ക് ഈ ഗ്രൂപ്പുകൾ എല്ലാവരെയും ആഡ് ചെയ്തു. അപ്പൊ അതില് എല്ലാവരും ഞങ്ങൾ പുതിയ ആൾക്കാരെ വന്നിട്ട് എല്ലാവരും ഭയങ്കര ആക്റ്റീവായിട്ട് അതൊരു അസോസിയേഷൻ ആക്കിയാലോ, ഒരു ഗ്രൂപ്പ് ആക്കിയാലോ എന്ന് ആദ്യം വിചാരിച്ചു. ഞങ്ങളൊരു ഗ്രൂപ്പ് മീറ്റപ്പ് വെച്ചു. അന്ന് വന്ന് കണ്ടപ്പോൾ കുറച്ചുകൂടെ ത്രില്ലായി, എല്ലാവരും പരിചയപ്പെട്ട ഒരു രസമുണ്ട്. പിന്നെ ഒരു അസോസിയേഷൻ ആക്കി. ഈ അസോസിയേഷൻ ആക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് എൻ്റെ അമ്മയെ, കാരണം ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. ലൈക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഓരോ സീസണിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുള്ള ആൾക്കാരാണ്. അപ്പൊ സീസൺ 1 തൊട്ട് സീസൺ 6 വരെ ചിന്തിക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെയൊക്കെയോ സംഭവിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ ആൾക്കാർ ഇതിന് വേണ്ടിയിട്ട് ടൈം കണ്ടെത്തി, തിരക്കുള്ള ആൾക്കാർ എല്ലാവരും ഇതിന് ടൈം കണ്ടെത്തി അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് സെറ്റാക്കി ഒരു അസോസിയേഷൻ ഉണ്ടാക്കി. അതിൽ നമ്മളിതിന് ഈ അസോസിയേഷനിലെ കുറച്ച് ആൾക്കാരെ വെച്ചിട്ട് ഒരു കോർ കമ്മിറ്റി ഉണ്ടാക്കി. അതിൽ മെമ്പേഴ്സിനെ തിരഞ്ഞെടുത്തു. ഇവരുടെ ജോലി എന്താന്ന് വെച്ചാൽ ബാക്കിയുള്ള എല്ലാവരെയും വിളിക്കുക. മേ ബി ഇപ്പൊ ഞാൻ പറയട്ടെ, ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഈക്വലാ. ഇപ്പൊ സിനിമ ചെയ്ത ആൾക്കാരായാലും സീരിയൽ ചെയ്ത ആൾക്കാരായാലും ഇൻഫ്ലുവൻസേഴ്സ് ആയാലും യൂട്യൂബേഴ്സ് ആയാലും എല്ലാവരും ഈക്വലാ. അപ്പൊ അവിടെ ഈഗോ വെക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ സിനിമയിൽ അഭിനയിച്ചതാ, ഞാൻ എന്തിനാ അവളെ വിളിക്കണേ, അങ്ങനെ ഈഗോ വെക്കാണ്ട് ഇപ്പം ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് എല്ലാവരും ഒരുമിച്ചാക്കി. പിന്നെ ആദ്യം നമ്മുടെ ഒരു പ്ലാൻ എന്താ വെച്ചാൽ നമ്മൾ ആദ്യം അസോസിയേഷൻ അനൗൺസ് ചെയ്തു. അപ്പൊ എല്ലാവർക്കും ഒരു പുച്ഛമായിരുന്നു ആക്ച്വലി. പിന്നെ മറ്റേ അസോസിയേഷനൊക്കെ പോലും പൊട്ടിപ്പോവാൻ നോക്കുന്ന ഒരു സിറ്റുവേഷനിലാ ഈ ബിഗ് ബോസിന്റെ ഒരു അസോസിയേഷൻ വന്നാന്നൊക്കെ ആയിരുന്നു. അപ്പൊ ഒരു വാശിയായി, ലൈക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. നമ്മൾ ഒരിക്കലും ഈ അസോസിയേഷൻ നാളെ പോയി മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് അടി ഉണ്ടാക്കാനോ വഴക്കുണ്ടാക്കാനോ, ഇങ്ങനെയുള്ള കുറച്ച് ഒരു സന്തോഷങ്ങൾ ഉണ്ടാവുക. പിന്നെ കുറേ ടാലന്റ് ഉള്ള ആൾക്കാരല്ലേ, ഇപ്പൊ ഡാൻസ് കളിക്കാൻ അറിയുന്ന ആൾക്കാരുണ്ട്, പാട്ട് പാടാൻ അറിയുന്ന ആൾക്കാരുണ്ട്. ഇവരെയൊക്കെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, അതായിരുന്നു ഫസ്റ്റ് എയിം. അത് അനൗൺസ് ചെയ്തു. അപ്പൊ ഫസ്റ്റ് വന്ന് നമുക്കൊരു വലിയ മെഗാ ഷോ വെക്കാം, ലാലേട്ടനെയൊക്കെ വിളിച്ചിട്ട് വലിയൊരു ഇവന്റ് ആയിട്ട്. അത് ഭയങ്കര ഡിസ്കഷൻ ആയിരുന്നു. ഒരു മാസത്തോളം ഞങ്ങൾ ഈ ഗ്രൂപ്പ് കോർ കമ്മിറ്റി മെമ്പേഴ്സ് വന്ന് മീറ്റ് ചെയ്യുന്നു. അത് അങ്ങനെ കുറച്ച് മാറ്റി വെച്ചു. പിന്നെ പെട്ടെന്നാണ് ഈ ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് എന്നൊരു ഐഡിയയിൽ വന്നത്. പക്ഷെ അത് പിന്നെ എന്ന് വെച്ചാൽ പടപടപടെ എല്ലാം സെറ്റാക്കി. ഇപ്പൊ ഇതുവരെ ഇന്നലെ രാത്രി വരെയും കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ദൈവം സഹായിച്ചതേ ഇപ്പം എല്ലാവരും ആക്ച്വലി ഇങ്ങനെ ഇപ്പം എല്ലാവരും എൻജോയ് ചെയ്ത് നിൽക്കുന്നു. ഇന്നലെ രാത്രി വരെ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തില്ല. പക്ഷെ ഇപ്പൊ ഇവിടെ വന്ന് എല്ലാം കണ്ട് എല്ലാവരും എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുക. കാരണം എനിക്ക് തോന്നുന്നു രാവിലെ വരെ തൊട്ട് വന്ന ആൾക്കാർ ഇപ്പം സമയം തന്നെ വളരെ ലേറ്റ് ആയി. എന്നിട്ട് പോലും ആർക്കും ക്ഷീണം തോന്നുന്നില്ല, ഒന്നുമില്ല. ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്ന ആൾക്കാർ വരെ ജസ്റ്റ് അവരെ മീറ്റ് ചെയ്യുന്നതിന് മുന്നേ അവരെ കാണുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും, ഞാൻ അവരോട് സംസാരിക്കില്ല എന്ന് പറഞ്ഞ ആൾക്കാർ വരെ സംസാരിക്കുന്നത് ഞങ്ങൾ കണ്ടു. ലൈക്ക് അത് ഞങ്ങൾക്ക് ഒരു വലിയൊരു സക്സസ് മൊമെന്റ് പോലെയാണ് നമുക്ക് തോന്നുന്നത്. സോ ഇതൊരു തുടക്കമാണ്. ഇനി ഒരുപാട് ഇതേപോലെ, അതും നമുക്കിപ്പം സൈനയെ പോലെ അല്ലെങ്കിൽ മൈജിയെ പോലെ വലിയ ബ്രാൻഡുകൾ നമ്മളെ സ്പോൺസർ ചെയ്യാൻ വേണ്ടി വന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യം. സോ അപ്പം ഇതൊരു തുടക്കമായിട്ട് ഞങ്ങൾ കാണും. ഇനി വലിയൊരു ഇവന്റ് നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ വലിയ വലിയ ഇവന്റ്സുകൾ ചെയ്യാൻ പറ്റട്ടെ. എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് കേൾക്കുന്ന ആ ഓളോ ശബ്ദമൊക്കെ അതിന്റെ ഒരു ആവേശമാണ് അല്ലേ. താങ്ക് യു സോ മച്ച്. എനിക്കും ഒരുപാട് സന്തോഷം. കാരണം നമ്മളിങ്ങനെ ചില കാര്യങ്ങൾ നമുക്ക് പ്ലാറ്റ്ഫോം കിട്ടിയാൽ ചില കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ, സംസാരിക്കാൻ പറ്റുള്ളൂ. എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. സോ എനിക്കും വരാൻ പറ്റില്ല, ഒരുപാട് സന്തോഷം. എന്തിനാ AC നോക്കി വേർക്കുന്നത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട AC ബ്രാൻഡുകളുടെ ഒരു വൈഡ് റേഞ്ച് തന്നെ ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.